നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് RRB ഗ്രൂപ്പ് ഡി ആണ്. അപ്പം ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇനി അപ്ലൈ ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ വേഗം അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ദിവസത്തേക്ക് വെക്കാതിരിക്കുക. കാരണം സൈറ്റ് ഒക്കെ ക്രാഷ് ആയി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഈ പോസ്റ്റ് അനാലിസിസും അത് ഈ സ്ത്രീകൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള പോസ്റ്റും അതൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ RRB ഗ്രൂപ്പ് ഡി പഠിച്ചു തുടങ്ങാം. നമ്മൾ അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ പഠിക്കേണ്ടത്, എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. അപ്പൊ സ്ഥിരമായിട്ട് SSC എക്സാം ഒക്കെ എഴുതുന്നവർക്ക് അറിയാം എങ്ങനെയാണ് ഇതിന്റെ. ഇതുവരെ എഴുതിയിട്ടില്ലാത്തവർക്ക് RRB ഗ്രൂപ്പ് ഡി ആദ്യമായിട്ടാണ് എഴുതാൻ പോകുന്നത്. അവർക്ക് അറിയില്ല എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്. അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങാം, എങ്ങനെയാണ് ഇതിന്റെ സിലബസും കാര്യങ്ങളും ഒന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ അപ്ലൈ ചെയ്യാത്തവര് വേഗം അപ്ലൈ ചെയ്ത് തുടങ്ങാം. ലാസ്റ്റ് ഡേയ്സിലേക്ക് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കും. ഒരുപാട് ദിവസം ചിലപ്പോൾ അവര് ഇങ്ങനെ സൈറ്റ് ഒക്കെ ക്രാഷ് ആകുമ്പോൾ കുറച്ച് നീട്ടും. പക്ഷെ അത് നമുക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് എത്രയും വേഗം അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് RRB ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് ഉണ്ട്, അതെങ്ങനെ പർച്ചേസ് ചെയ്യണം എന്നുകൂടെ ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേ 22 ആണ്, ഫെബ്രുവരി 22 ആണ്. അപ്പം അതിന്റെ കൂടെ തന്നെ ഓൺലൈൻ ആയിട്ട് അങ്ങ് ഫീസ് കൂടെ അടയ്ക്കുന്നതാണ് നല്ലത്. അപ്പം 22 വരെ വെക്കാതിരിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ അയക്കാൻ പറ്റാതെ എന്തിനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും അപ്ലൈ ചെയ്യുക. നമ്മൾ 10ാം ക്ലാസ് ആണ് അതിന്റെ യോഗ്യത വരുന്നത്, അല്ലെങ്കിൽ ITA. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയില്ല എങ്കിൽ എങ്ങനെയാണ് അതിന്റെ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയാൽ മതി. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുക എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയില്ല, അപ്ലൈ ചെയ്തത് എങ്ങനെയാണ് എക്സാം എന്ന് അറിയില്ല. സോ അതുകൊണ്ട് അതൊന്ന് പറഞ്ഞുതരാം എന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന് ഒരു 3 സ്റ്റേജ് ആയിട്ടാണ് ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ, സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. നമ്മളെ PSC പോലെ അല്ല, നമ്മുടെ PSC പോലെ അല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. പിന്നെ അതിലൊരു ഫിസിക്കൽ എഫിഷ്യൻസി, അതിൽ പാസ്സായവർക്ക് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കിയിട്ട് വേണം, കാഴ്ചയും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് അനുസരിച്ചായിരിക്കും. അപ്പം നമുക്ക് എന്താ കാഴ്ചയുണ്ട് അങ്ങനെ അതൊക്കെ വെച്ച് അല്ലാണ്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, കാഴ്ച ഇല്ലാതെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ, അത് നമുക്ക് ഔട്ട് ആവും അവസാനം. അപ്പൊ അതിനേക്കാളും നല്ലത് നമുക്ക് പറ്റുന്ന നമ്മുടെ കാഴ്ച വെച്ചിട്ട് പറ്റുന്ന പോസ്റ്റ് ഒക്കെ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ആദ്യം എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. രണ്ടാമതൊരു ഫിസിക്കൽ എഫിഷ്യൻസി, അത് വലിയ പാടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. മെഡിക്കൽ ടെസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടെസ്റ്റ്. നമ്മൾ എഴുതുന്നത്, അതായത് 100 മാർക്കിന്റെ ഒരു എക്സാം ഉണ്ട്, അത് എഴുതുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് CBT. ബാക്കിയെല്ലാം എന്താണ്, ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും വെരിഫിക്കേഷൻ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും. എന്നാൽ അതിന്റെ ഈ 100 മാർക്കിന്റെ എക്സാം സിലബസ് എങ്ങനെയാണെന്നൊന്ന് ഞാൻ പറഞ്ഞുതരാം. 4 എണ്ണമാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയും. നമ്മളിപ്പോ PSCയിലൊക്കെ മാത്സിന്റെ കൂടെ മെന്റൽ എബിലിറ്റി വരത്തില്ല, അതുപോലത്തെ ആ റീസണിങ് ആണ്. അതിനാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 30 മാർക്കും ഉണ്ടാവും. ഇവിടുത്തെ പോലെ PSC പോലെ തന്നെയാണ് നിങ്ങൾക്ക് അതിന്റെ മാർക്കും വരുന്നത്. 1/3 ആണ്, നെഗറ്റീവ് മാർക്ക് ആയിരിക്കും. 1 മാർക്കിന് ശരിയായ ഒരു ഉത്തരം ശരിയായാൽ അതിന് 1 മാർക്കും ഉണ്ടാവും. നമുക്ക് ഇതിന് ഡ്യൂറേഷൻ ഉണ്ട് കേട്ടോ, ടൈം ഉണ്ട്. 90 മിനിറ്റ് ആണ്. അപ്പൊ പിന്നെയുള്ളത്, അതായത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്കിന് 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ സാധാരണ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി അതുപോലുള്ള ലൈഫ് സയൻസ് പോലത്തെ, അതും 25 ക്വസ്റ്റ്യൻ 25 മാർക്കാണ്. പിന്നെ നമ്മുടെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് 20 ക്വസ്റ്റ്യൻ ആണ്, 20 മാർക്ക്. പിന്നെ മാത്തമാറ്റിക്സ് 25 മൊത്തം 100 മാർക്കിനാണ്. 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല, 4 എണ്ണേ ഉള്ളൂ. റീസണിംഗ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, പിന്നെ സയൻസ്. അപ്പൊ ഇതിന്റെ വെയിറ്റേജ് കൂടെ നോക്കി, ഇതിനാണ് ഏറ്റവും വെയിറ്റേജ് കൂടുതൽ. വെയിറ്റേജ് കുറവ് കറണ്ട് അഫയേഴ്സിനാണ്. ബാക്കി രണ്ടും 25 വെച്ചിട്ടാണ്. പിന്നെ എക്സാം പാറ്റേൺ ഞാൻ നേരത്തെ പറഞ്ഞ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അത് പാസ്സാവുന്നവർ എന്ത് ചെയ്യും, ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് അങ്ങനെ ജോലി കയറാൻ പറ്റും. നേരത്തെ പോലെ നെഗറ്റീവ് മാർക്കിംഗ് ആൻഡ് 1/3 മാർക്സ് ആണ് കേട്ടോ. അപ്പൊ
3 തെറ്റുമ്പോ 1 മാർക്ക് പോകും, അങ്ങനെയാണ് കേട്ടോ. 1 മാർക്ക് അവാർഡഡ് ഫോർ ഈച്ച്. അപ്പം ഒരു ശരിയായ ഉത്തരത്തിന് 1 മാർക്ക്. ഓക്കെ, എല്ലാം എന്തായിരിക്കും? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 4 ഓപ്ഷൻ ഉണ്ടാവും, എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. 100 ക്വസ്റ്റ്യൻ. ഓക്കെ ആണ്, ഇത്രയേ ഉള്ളൂ കാര്യം. സിലബസ് ഇങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചു. പിന്നെ ഈ മാത്സിൽ എന്താ ചോദിക്കുന്നത് എന്നുകൂടെ ഒന്ന് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ എക്സാമിന് നമ്പർ സിസ്റ്റം ഉണ്ടാവും, ബോർഡ് മാസ്, ഡെസിമൽസ്, പെർസെന്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ഫ്രാക്ഷൻസ്, LCM, HCF ഉണ്ടാവും, റേഷ്യോ പ്രൊപ്പോർഷൻ ഉണ്ടാവും, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, ആൾജിബ്ര ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ജിയോമെട്രി ആൻഡ് ട്രിഗണോമെട്രി, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുണ്ട്, കലണ്ടറും ക്ലോക്കും ഉണ്ട്, പൈപ്പ് ആൻഡ് സിസ്റ്റേൺസ് എക്സെട്ര ഉണ്ട്. പിന്നെ ഏജിന്റെ ഇത്രയാണ് നമുക്ക് മാത്തമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. മാത്തമാറ്റിക്സ് 25-നാണെന്ന് ഞാൻ പറഞ്ഞു. അതുമായിട്ട് ഏതൊക്കെയാണ് ചോദിക്കുന്നതെന്നാണ് കേട്ടോ. അടുത്ത നമ്മുടെ റീസണിങ്ങിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? അനലോഗീസ് ചോദിക്കും, നമ്പർ സീരീസ് ചോദിക്കും, ആൽഫബറ്റ് സീരീസും ചോദിക്കും, നമ്പർ സീരീസും ചോദിക്കും. പിന്നെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ചെയ്യും, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടാവും, റിലേഷൻഷിപ്പ് ഉണ്ടാവും, അതായത് ബ്ലഡ് റിലേഷൻ പോലെ, സിലോജിസം ഉണ്ടാവും, ജംബ്ലിംഗ് ഉണ്ടാവും, വെൻ ഡയഗ്രം ഉണ്ടാവും, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് കണ്ടുപിടിക്കാൻ, പിന്നെ അനലിറ്റിക്കൽ റീസണിങ് ഉണ്ടാവും, പിന്നെ ക്ലാസിഫൈ ചെയ്യാൻ, ഡയറക്ഷൻ. അപ്പൊ ഇത് നമുക്ക് കാണുമ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ ഈ പേരുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ എന്താണ്, എന്തോ വലിയ സംഭവമാണ്, പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും ഇതൊക്കെയാണ് എന്നുള്ളത്. അപ്പം പോകുന്നവര് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് തന്നെ പോവുക, അതായത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോവുക. പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അസംഷൻ, ആർഗ്യുമെന്റ്സ്, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. DI ഉണ്ടാവും, DI മീൻസ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി ഉണ്ടാവും. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഇത് ഇച്ചിരി ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, സ്റ്റേറ്റ്മെന്റും DI ഡേറ്റ സഫിഷ്യൻസിയും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങുകൾ. അപ്പൊ അത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് POQ കാണുമ്പോൾ, POQ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഇത് നമുക്ക് 30 മാർക്കിനാണ് കേട്ടോ. 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 30 മാർക്കിനാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, നമ്മുടെ ജനറൽ സയൻസ് എന്ന് ചോദിക്കുന്നതാണ്. അതിൽ സാധാരണ എല്ലാ എക്സാംസിനും ചോദിക്കുന്ന പോലത്തെ എല്ലാ ഈ പ്രഷർ, സൗണ്ട്, വേവ്, ഹീറ്റ്, ഫ്രിക്ഷൻ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. കെമിസ്ട്രിയിലാണെങ്കിലും അതുപോലെ തന്നെ പീരിയോഡിക് ടേബിൾ, എലമെന്റ്, അങ്ങനത്തെ കാര്യങ്ങള് എല്ലാം ഉണ്ട്. ലൈഫ് സയൻസിൽ വരുമ്പോ എന്താണ്, സുവോളജി, ബോട്ടണി, അനിമൽ കിങ്ഡം, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്, വിറ്റാമിൻസ്, അങ്ങനത്തെ എല്ലാം, ഹ്യൂമൻ ഡിസീസ്, ഹ്യൂമൻ ഐ, ബോട്ടണി, സുവോളജിയും എല്ലാം വരുന്നുണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ വരുന്ന എന്താണ്, കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ്, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ്. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് GKകളും ചോദിക്കും കേട്ടോ. അതായത് മാറാത്ത കറണ്ട് അഫയേഴ്സ് വെച്ചാൽ പുതിയതായിട്ട് മാറി മാറി വരുന്ന, ഇപ്പൊ ഒരാള് മാറി വന്നു അങ്ങനെയുള്ളതാണല്ലോ. ഇപ്പൊ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, അതൊരു കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ മുന്നേ ആദ്യത്തെ പ്രധാനമന്ത്രി, അതൊരു സ്റ്റാറ്റിക് GK ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാറ്റിക് GKയും ചോദിക്കും, കറണ്ട് അഫയേഴ്സും ചോദിക്കും. ഓക്കെ ആണ്. അതിപ്പോ നമ്മൾ സാധാരണ കറണ്ട് അഫയേഴ്സ് പോലെ തന്നെയാണ്, എല്ലാം പഠിക്കേണ്ടി വരും. ബേസിക് ടോപ്പിക്സ് എല്ലാം നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നവര്, സിലബസ് മനസ്സിലായാലും ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ബേസിക് ടോപ്പിക്സ് എല്ലാം ക്ലിയർ ചെയ്യുക. ഇപ്പൊ ഈ നിങ്ങൾക്ക് ഈ പറഞ്ഞ സിലബസിലെ റീസണിങ്ങിലേക്ക് ടോപ്പിക് എന്താണെന്ന് മനസ്സിലായിട്ടുള്ള കുറച്ചു പേർക്ക് ഈ ഡേറ്റ സഫിഷ്യൻസിയും നമ്മുടെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവാതിരിക്കും, പേര് കാണുമ്പോൾ. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് POQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും. ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഉണ്ട്, അസംഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. വലിയ പേര് കേട്ടിട്ട് പേടിക്കേണ്ട. അത് കുറച്ച് ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് പാടാണ്, അസംഷൻ, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് മോക്ക് എക്സാം ചെയ്യുക. ഗ്രൂപ്പ് ഡി ഒന്നാമത് നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുക. ദിവസം ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ വളരെ ഉപകാരമായിരിക്കും. POQ വെച്ച് ചെയ്യുക, POQ ചെയ്യുക, ഒരു മോക്ക് എക്സാം ചെയ്യുക, ഈ പഠിച്ചതെല്ലാം റിവിഷൻ ചെയ്യുക. പ്ലസ് CA അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാറ്റിക് GKയും പഠിക്കണം, കറണ്ട് അഫയേഴ്സും പഠിക്കേണ്ടി വരും. അപ്പം ബേസിക് ടോപ്പിക് എല്ലാം ക്ലിയർ ചെയ്യുക. പിന്നെ POQ മോക്ക് എക്സാം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം നിങ്ങളൊരു സെറ്റ് ആവും. പിന്നെ നിങ്ങൾ ടോപ്പിക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള ടോപ്പിക് നോക്കുക, അത് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുക. കൂടാതെ ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും കൂടി ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം എല്ലായിടത്തുനിന്നും വിവരങ്ങൾ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കുമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റും. എങ്ങനെയാണ് നിങ്ങൾക്ക് വിത്ത് മെന്റർഷിപ്പോട് കൂടി എങ്ങനെ പഠിക്കണം, സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പൊ അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ അല്ലാതെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒക്കെ നോട്ട്സ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മളെ ആപ്പിൽ നമ്മള് RRB ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 7th ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ റണ്ണിങ് ആണ് ഓൾറെഡി കോഴ്സുകൾ. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാം. അതിൽ നമ്മൾ സിലബസ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് തരുന്നുണ്ട്.
അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് ആയിരിക്കും പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു നമ്പർ കൊടുത്ത് നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കയറുമ്പോഴത്തേനും ഇങ്ങനെ ഒരു സ്ക്രീൻ കാർഡ് കാണും. ഒരുപാട് സ്ക്രീൻ കാർഡ് കാണും. എല്ലാ കോഴ്സിന്റെയും സ്ക്രീൻ കാർഡ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഡി എന്നുള്ളത് നിങ്ങൾക്ക് RRB ഗ്രൂപ്പ് ഡി എന്നുള്ള സ്ക്രീൻ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അത് അപ്പത്തേനും നിങ്ങൾക്ക് മെസ്സേജ് അയക്കും എന്തൊക്കെയാണ് എന്താണ് വേണ്ടത് എന്ന് തന്നെ ഇവിടുന്ന് കോൾ വരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതാണോ ജോയിൻ ചെയ്ത്, അല്ലാതെ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും പറ്റും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, RRB ഗ്രൂപ്പ് ഡി പഠിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് കോഴ്സ് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. പിന്നെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക, 22 വരെ കാത്തു നിൽക്കരുത്, നേരത്തെ അപ്ലൈ ചെയ്യുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.